ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. ഗ്ലോറി ടു ഗ്ലോഡ്, ഗ്ലോറി ടു ഗ്ലോഡ്. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്ധ്യയുടെ യാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. ദൈവപാദപീഠത്തിൽ കടന്നിരുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം ധാരാളമായി റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഇപ്രകാരം അവസരമൊരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, കർത്തൃപാദപീഠത്തിലായിരിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തിക്കായി ഇടങ്ങളെ ഏൽപ്പിക്കുന്നപ്പ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിന്മേൽ അവിടുത്തെ കൃപ വ്യാപരിക്കണം. കർത്തൃദാസിയെ ധാരാളമായി അനുഗ്രഹിക്കണം കർത്താവേ. വലിയ ദൈവപ്രവൃത്തി കാരണമായി തീരുവാൻ കൃപചിമാറാകണം. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കൃപചിമാറാകണം. വചനത്തിൻ്റെ വാതിലുകളെ അങ്ങ് തുറക്കുമാറാകണം. കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് അത് വിടുതലായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, നന്മയായി തീരുവാൻ കൃപചിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അല്ലേലോ അനേകരെ കേൾക്കുവാനുള്ള കൃപ നൽകുമാറാകണം. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഇവ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ശുഭനാമത്തിൽ ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തിക്കായി ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്തൃദാസിയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെല്ലാം ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി അവരെ ഒരുക്കുമാറാകണം. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നുവരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പേജിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾ അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ, അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സംഭവബഹുലമാകുന്ന ഒരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. ഹല്ലേലൂയ. ദൈവം ചെയ്ത സകല നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിന് ഹല്ലേലൂയ നന്ദി കരേറ്റാം. ഹല്ലേലൂയ. നമുക്ക് എന്താണ് ദൈവത്തിന് കൊടുക്കുവാനുള്ളത്? ഹല്ലേലൂയ. നന്ദി അല്ലാതെ ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ വൈകിയ സമയത്ത് നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എന്ന നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ ഹല്ലേലൂയ നമ്മോട് കൂടെയിരിക്കുന്നു. എപ്പോഴും പറയുന്നത് 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിൽ 365 ദിവസത്തിലും നമ്മോട് സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആ അരുമനാഥൻ്റെ ശബ്ദത്തെ കേട്ടുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്തെല്ലാം ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ, ഞാൻ നിന്നോട് കൂടെയുണ്ടേ എന്നരുളി ചെയ്ത കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു എത്ര ഹല്ലേലൂയ പദ്ധതികളും പ്ലാനുകളും ഒരുക്കിക്കൊണ്ടുവന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് അരുമനാഥനായ കർത്താവാണ് പറഞ്ഞതെങ്കിൽ ഹല്ലേലൂയ ആ കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ശത്രുക്കൾ കാണുക മേശയൊരുക്കുന്ന ദൈവം, ശത്രുക്കളുടെ മധ്യേ വിരുന്നൊരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേ. നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ, നാം ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ദൈവം നമുക്കായി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. ശത്രുക്കളുടെ മധ്യത്തിൽ വിരുന്നൊരുക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ശത്രുക്കളുടെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ശത്രു എത്ര തന്നെ ഹല്ലേലൂയ പദ്ധതികളും പ്ലാനുകളും ഒരുക്കിയാൽ ആ പദ്ധതികളിൽ നിന്നും പ്ലാനുകളിൽ നിന്നും വിടുവിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കുമെന്ന് പറയുമ്പോൾ, ശത്രുക്കളുടെ മധ്യത്തിൽ വിരുന്നൊരുക്കുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എവിടെ ശത്രു തകർക്കുവാൻ ശ്രമിക്കുന്നുവോ ഹല്ലേലൂയ ആ ശത്രുവിനെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ഹല്ലേലൂക്കളുടെ മധ്യത്തിൽ മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എവിടെയാണ് ശത്രു വിധിയെഴുതിയത്
ഇനി മുന്നേറുകയില്ല, ഇനി മുന്നോട്ട് പോകുകയില്ല. ഹല്ലേലൂയ. വഴികൾ എവിടെയാണ് അടച്ചത് അവിടെ തന്നെ വഴികളെ തുറന്നുകൊണ്ട് സ്തോത്രം. എവിടെയാണ് ശത്രു വഴി അടച്ചത് അവിടെ തന്നെ വഴികളെ തുറന്നുകൊണ്ട് ഹല്ലേലൂയ ആ വഴിയിലൂടെ നടത്തി ഹല്ലേലൂയ ഞാൻ ദൈവമെന്ന് കാണിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമാണ് സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാണ് തകർക്കുവാൻ ശ്രമിക്കുന്നത് അവിടെ തന്നെ വിരുന്നൊരുക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമുക്ക് വേണ്ടി വലുതും വിശാലവുമായ വാതിലുകളെ തുറന്ന് മാനിക്കുവാൻ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഒരു വചനം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ഹല്ലേലൂയ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശ പ്രവാചകന്റെ അടുക്കൽ കടന്നു നിന്ന് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. കടക്കാരൻ ഹല്ലേലൂയ എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോയി അടിമയാക്കുവാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. കടഭാര നിമിത്തം ഹല്ലേലൂയ ഭാരപ്പെടുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടഭാര നിമിത്തം തൻ്റെ ഭർത്താവ് ജീവനോടെ ഇരുന്നപ്പോൾ വാങ്ങിയ ആ കട നിമിത്തം ഭാരം അനുഭവിക്കുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ. കടക്കാർ ഹല്ലേലൂയ അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കടം വീട്ടുന്നിടം വരെ കടക്കാർ അവരെ ശല്യം ചെയ്യുകയാണ്. കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ മക്കളെ അടിമകളാക്കുവാനായി കടന്നു വരുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അടിമകളാക്കുക. ഹല്ലേലൂയ. കടം ഒരു ഹല്ലേലൂയ കെണി തന്നെയാണ്. ഹല്ലേലൂയ. കടം ഒരു കെണിയാണ്. എവിടെ ഹല്ലേലൂയ ഏത് വിഷയത്തിൽ, ആത്മീയ വിഷയത്തിൽ കടമാകട്ടെ, ഭൗതിക വിഷയത്തിൽ കടമാകട്ടെ, ഏത് വിഷയത്തിൽ കടമാണോ അതിന് നാം അടിമകളായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടിമകളായിരിക്കുകയാണ് കടമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അടിമത്തത്തിൽ നിന്ന് വിടുതൽ നാം പ്രാപിക്കുന്നവരായി തീരണം. അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമോ നാം ദൈവത്തിൽ ആശ്രയിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ശത്രു വെച്ചിരിക്കുന്ന അടിമത്തത്തിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണമോ ഹല്ലേലൂയ നാം ദൈവത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ആ വിടുതലിനെ പ്രാപിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടിമത്തത്തിലായിരിക്കുന്ന ഹല്ലേലൂയ അവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ എപ്രകാരമാണ് ഹല്ലേലൂയ ദൈവം വിടുവിച്ചത്. അടിമത്തത്തിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ മിസ്രയീം ദേശത്തിൽ 400 വർഷം ആയിരുന്നപ്പോൾ